ഏഴത്തോളഗ്നിഹോത്രി രജകനുളിയന്നോർത്തച്ഛനും. നമസ്കാരം. ആർദ്രാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യരെല്ലാം ഏകോദര സഹോദരന്മാരാണെന്ന മഹത്തായ ആശയം പങ്കുവയ്ക്കുന്ന പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ കൈകൊട്ടിക്കളി രൂപത്തിൽ കലാരംഗത്ത് അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. പന്തിരുകുലഗാഥ ആർദ്രാമൃതത്തിലൂടെ എന്ന തലക്കെട്ടോടെ ഈ വരുന്ന സെപ്റ്റംബർ 20 വൈകിട്ട് 4 മണിക്ക് തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം അരങ്ങേറുന്നത്. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീമതി RLV നവ്യ അനിലാണ്. അഗ്നിഹോത്രി മുതൽ വായില്ലാക്കുന്നിലപ്പൻ വരെയുള്ള 12 സവിശേഷ വ്യക്തികളെക്കുറിച്ച് 12 പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ. ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള കഥയായതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഈ കഥ എത്തിക്കുക എന്നുള്ളത് ഒരു ആവശ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഈ 12 വ്യക്തികളെക്കുറിച്ചുള്ള കഥകൾ 12 എപ്പിസോഡുകളായിട്ട് ഞങ്ങൾ ഈ ചാനലിലൂടെ അവതരിപ്പിക്കുകയാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അഗ്നിഹോത്രിയുടെ ഇല്ലമായ വേമഞ്ചേരി എന്ന കടമ്പൂർ മനയിലേക്കൊരു യാത്ര നടത്തി. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ അറിയാൻ സാധിച്ചു. ഈ 12 വ്യക്തികളുടെയും പിൻതലമുറക്കാർ ഇന്നും പല സ്ഥലങ്ങളിലായി ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയ കാര്യം ഞങ്ങൾക്ക് അന്ന് അവിടെ നിന്ന് അറിയാൻ സാധിച്ചു. അതുമാത്രമല്ല, ഈ വേമഞ്ചേരി മനക്കാർ മുൻകൈ എടുത്തിട്ട് ഈ വ്യക്തികളുടെ എല്ലാം ഒരു ഗെറ്റ് ടുഗദർ ഏതാണ്ട് ഒരു 25 വർഷം മുന്നേ അവർ നടത്തി എന്നും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ വെച്ച് തന്നെ ഒരു തീരുമാനം എടുത്തു. സാധിക്കാവുന്ന ആളുകളെയൊക്കെ പോയി കാണാനും അവരോട് നമ്മളിങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് അറിയിക്കാനും ഞങ്ങളൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞങ്ങൾ ഈ പന്തിരുകുലത്തെക്കുറിച്ച് റിസർച്ച് നടത്തിയ ഡോക്ടർ രാജൻ ചുങ്കത്തിനെ സമീപിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ ലഭിച്ചു. അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ 12 സവിശേഷ വ്യക്തികളുടെയും പിൻതലമുറക്കാരെ, സാധിക്കാവുന്ന എല്ലാ പിൻതലമുറക്കാരുടെയും വീടുകളിൽ പോയി അവരെ സന്ദർശിക്കുകയും അവരോട് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് അവരെല്ലാവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ വിചാരിച്ചപ്പോൾ ആദ്യം 12 വ്യക്തികളെക്കുറിച്ചുള്ള 12 പാട്ടുകൾ എഴുതി അവതരിപ്പിക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ആളുകളെയൊക്കെ വീടുകളിലേക്കുള്ള സന്ദർശനമൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞ ഇതൊരു റിസർച്ച് പോലെയായി. ഓരോ ആളുകളെ പറ്റിയും പല വേർഷൻസിലാണ് കഥകൾ കിടക്കുന്നത്. കേട്ടുകേൾവി മാത്രമുള്ള കഥകളാണ്. അപ്പോൾ ഒന്നിനും ഒരു ആധികാരികത എന്ന് പറയാൻ നമുക്കില്ല. അപ്പോൾ നമുക്കിതിലെല്ലാ കഥകളും അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളാണ് ഇതിലെ പാട്ടുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 12 വ്യക്തികളുടെയും പിൻതലമുറക്കാരെ ഞങ്ങൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷം തോന്നിയത് ഈ 12 വിശിഷ്ട വ്യക്തികൾക്കും ജന്മം നൽകിയ അവരുടെ അമ്മയായ പറയിയെ എടുത്തു വളർത്തി എന്ന് പറയപ്പെടുന്ന നരിപ്പറ്റ മനയിലെത്തിയപ്പോഴാണ്. അതൊരു നമുക്കവിടെ ചെല്ലപ്പം പ്രത്യേകമായിട്ടൊരു സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേമഞ്ചേരി ഇല്ലത്ത് അവിടെ ഈ 12 മക്കളും ശ്രാദ്ധത്തിന് എത്തുമെന്നുള്ളൊരു കാര്യം നമുക്ക് പല കവിതകളിലൂടെയും കേട്ട് പരിചയമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ ആ 12 വിശിഷ്ട വ്യക്തിത്വങ്ങൾ വന്നിരുന്ന് ചാത്തകുട്ടി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഞങ്ങളിങ്ങനെ പോയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വേറൊരു ലെവലായിരുന്നു ഞങ്ങൾക്ക്. ശരിക്കും അവിടെ ആ ചാത്തകുട്ടി എന്ന സ്ഥലത്തെത്തിയപ്പോൾ മധുസൂദനൻ നായരുടെ നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിതയാണ് ഓർമ്മ വന്നത് അല്ലേ? ചാത്തമൂട്ടാനൊത്തു ചേരുമാറുണ്ടെങ്ങൾ ചേട്ടൻ്റെ ഇല്ലപ്പറമ്പിൽ, ചാത്തനും പാണനും പാക്കനാരും പെരുന്തച്ഛനും നായരും വള്ളുവോനും ഉപ്പുകൊറ്റനും രജകനും കാരയ്ക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും, വെറും കാഴ്ചയ്ക്കു വേണ്ടി ഞാനും. അപ്പോൾ എന്തായാലും ഈ 12 ജന്മങ്ങളുടെയും കഥകൾ തിരുവാതിരക്കളി രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 20 തൃശ്ശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ച് വൈകിട്ട് 4 മണിക്കാണ് ഈ അവതരണം. ആ അവസരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിൽ വരരുചിയുടെയും പറയുടെയും ജീവിത കഥകളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നു. അതുവരേക്കും നന്ദി, നമസ്കാരം. പിന്നെ വായില്ലാക്കുന്നിലപ്പൻ വടുതലമരുവും നായരും
കാരയ്ക്കൽ മാതാ ചെമ്മേ കേളുപ്പുകൂറ്റൻ പെരിയ തിരുവർ അകത്തെഴും